Konnichiwa minasan, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സ്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 5 എപ്പിസോഡ് 10 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്കാണ്. ഗൈസ്, ഉള്ളത് പറയാലോ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാര്യം നമ്മൾ ഏകദേശം 50,000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുന്നു. ഇത് അച്ചീവ് ചെയ്യുന്നത് ഒട്ടും എളുപ്പമല്ലായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചത്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഇയർ ഡിസംബർ 24 മുമ്പ് 1,00,000 സബ്സ്ക്രൈബേഴ്സ് എത്താൻ പറ്റുമോ എന്ന് നോക്കാം. എത്തണം. നമ്മൾ അതുപോലെ ഇനിമൽ കണ്ടൻസ് ഒക്കെ ഇടാൻ നോക്കുന്നുണ്ട്. സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തോ, ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുത്തേക്ക്. നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്തെ തന്നെ ആർതർ കാർന്നുണ്ട്, സോൾജേഴ്സ് യുദ്ധത്തിന് തയ്യാറാക്ക്. ഈ സമയത്ത് തന്നെ അവിടെ പലരും പല സ്ഥലത്തേക്ക് ഓടാനായിട്ട് തുടങ്ങി. ആ ടൈമിൽ ആർതർ പറയുന്നുണ്ട്, ക്യാപ്റ്റൻ ഔഡിയർ, താങ്കളുടെ ഡിവിഷനല്ലേ ആ ക്ലിഫിലുള്ളത്. സോ അതിൻ്റെ അകത്ത് ഒരാളുടെ കൈയായിരിക്കും ഇപ്പൊ താഴത്തേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ അതൊന്നും കേൾക്കാതെ അവൻ നേരെ ഓടിയ ആർത്തറാട്ടെ പെട്ടെന്ന് അവന്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. നീ എന്ത് കാണിക്കുവാണ്? എന്നെ വിടാൻ നോക്ക്. എന്റെ സോൾജേഴ്സിനെ അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലീഡർ ഇല്ലാതെ അവരെന്ത് ചെയ്യാനാണ്? അത് തന്നെയാണ് ക്യാപ്റ്റൻ എനിക്കും താങ്കളോടും പറയാനുള്ളത്. താങ്കൾ ഇപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ താങ്കൾ ഉറപ്പായിട്ട് മരണപ്പെടുന്നതാണ്. സോൾജേഴ്സിന്റെ പൊസിഷൻ വീണ്ടും വേഴ്സ് ആകത്തേയുള്ളൂ. അപ്പൊ നീ എന്താണ് പറയുന്നത്? ഞാൻ ഇവിടെ നിൽക്കണം, ബാക്കിയുള്ളവർ അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യണമെന്നാണോ? അതല്ല ഞാനിപ്പോ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ക്യാപ്റ്റൻ ഗ്ലോറിയുടെ ടീമുമായിട്ട് പതുക്കെ മുന്നിലേക്ക് നടക്കൂ. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ ഇപ്പൊ അവിടേക്ക് പോകുന്നത് അത് അത്ര നല്ല കാര്യമല്ലെന്ന് പറയുന്നത് പുള്ളിക്കാരന് ദേഷ്യം വന്നിട്ട് പുള്ളിക്കാരന് മനസ്സിലായി മറ്റു വഴിയില്ലെന്ന്. അതുകൊണ്ട് തന്നെ ആർ തന്നെ കൈ തട്ടി മാറ്റിയിട്ട് അവിടേക്ക് നടക്കുവാണ്. ഈ സമയത്ത് നമ്മൾ ഹീറോ കളിക്കേണ്ട സമയമില്ലെന്നും പറഞ്ഞാണ് ആ ഒരു ക്ലിഫ് കാണിക്കുന്നത്. ആ ക്ലിഫിന്റെ മുകളിലാട്ടെ വലിയൊരു യുദ്ധം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് പോലെ വാൻസി രണ്ടായിട്ടുള്ള ഗ്രൂപ്പിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നേരെ പോകുന്നത്. അതിൻ്റെ അത് ആദ്യം തന്നെ സോൾജേഴ്സും അജൂമിനേറ്റേഴ്സും ആർച്ചേഴ്സും കോഞ്ചേഴ്സും ഉണ്ട്. അജൂമിനേറ്റേഴ്സ് ആണ് ഫ്ലാങ്കിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത്. അവരെ ഗാർഡ് ചെയ്യുന്ന കോഞ്ചേഴ്സിന് ആർച്ചേഴ്സിന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഫുഡ് സോൾജേഴ്സും ഏറ്റവും മുമ്പിലുണ്ട്. അവരെല്ലാവരും അറ്റാക്കിന് വേണ്ടി പ്രിപ്പയർ ആയിട്ട് നിൽക്കുവാണ്. എന്തുവന്നാലും അവരായിരിക്കും ആദ്യം തന്നെ നേരിടാനായിട്ട് പോകുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഡാവ്സിന്റെ ബോർഡറിലാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഇതൊരു മാനാബീസിന്റെ അറ്റാക്ക് ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആലക്കയുടെ ആർമി ഇവിടേക്ക് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തോ കൊണ്ട് ഇതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്തൊക്കെ വ്യത്യാസമുണ്ട്. മാഡം ആസ്ട്രിയ, താങ്കളിവിടെ കാണുമല്ലോ, താങ്കൾ ഓക്കെ ആയിരിക്കുമല്ലോ? അതെ, ക്യാപ്റ്റൻ ഗ്ലോറിയും ബാക്കി അജൂമിനേറ്റേഴ്സും ഇവിടെ ഉണ്ട് ഹോൾഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് വേറെ കുഴപ്പമില്ല. എങ്കിൽ ഞാൻ ഇവിടേക്ക് പോകുവാണ്. ആർത്തർ, അല്ല ജനറൽ, താങ്കളും കുറച്ച് കെയർഫുൾ ആയിരിക്കണം. എനിക്കറിയാം. അത് തന്നെയാണ് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. സെൽവി, നീ റെഡിയല്ലേ? ആണ്. പക്ഷേ ഇവിടെ വെച്ച് ട്രാൻസ്ഫർ ചെയ്യണോ? എല്ലാവരും കണ്ടാൽ അത് പണ്ട് കാര്യമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെല്ലണമെന്ന് പറയുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ സിൽവി നേരെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് ആ ഒരു കാഴ്ച എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് സിൽവി ആർത്തറും കൂടെ മുകളിലേക്ക് ഉയരത്തിലേക്ക് പറക്കുന്നുണ്ട്. ഒരേ സമയം തന്നെ അത്ഭുതവും അതേപോലെ തന്നെ ആശ്ചര്യമായ ഒരു കാഴ്ചയായിരുന്നു. സിൽവി നേരെ ആകാശത്തിലേക്ക് പറന്നുയർന്നു. ആർത്തർ, ഈ യുദ്ധത്തിൽ കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അധികം സാധിക്കുന്നില്ല. ഞാൻ കംപ്ലീറ്റ്ലി ലിമിറ്റഡ് ആണ്. എൻ്റെ ആശ്വാസിൻ്റെ ട്രീറ്റ് കാരണമാണോ? അത് മാത്രമല്ല, ഗ്രാൻഡ് ഫാദർ എന്നെ നന്നായിട്ട് തന്നെ അവേക്കൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷേ അതത്ര എളുപ്പമല്ലായിരുന്നു. എൻ്റെ ഏത് സ്പൈസ് ഫുള്ള് അവേക്കൻ ചെയ്യുന്ന പോലെ എൻ്റെ പവറൊക്കെ ഞാൻ അണ്ടർ കൺട്രോളിൽ തന്നെ നിർത്തണം. അതുകൊണ്ട് തന്നെ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അത് കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. എനിക്കറിയാം ഞാൻ ഇപ്പോഴാണ് നിന്നോട് പറയുന്നതെന്ന്. എന്നോട് ക്ഷമിക്കൂ. നീ അങ്ങനെ പറയല്ലേ. നിന്റെ ട്രെയിനിങ് പീരീഡും എന്തും അത്ര ക്രൂവലായിരിക്കുമെന്ന് എനിക്ക് ഓർക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. ഞാനും നിന്റെ കാര്യം കൂടെ നോക്കണ്ടേ. ഈ ടൈമിലാണ് ആ ഒരു കാഴ്ച കാണുന്നത്. താഴത്ത് വലിയൊരു യുദ്ധം തന്നെയാണ്. ആലക്കുള്ള ആൾക്കാരും തന്നെ ഒരു മേഴ്സി പോലും കാണിക്കുന്നില്ല. സോൾജേഴ്സിന്റെ തലയൊക്കെ വലിച്ച് പറിച്ച് അവിടെ ഒരു വലിയൊരു യുദ്ധം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ എങ്ങനെ ഇവിടേക്ക് വന്നു, എന്തുകൊണ്ട് വന്നെന്ന് ഒരു പിടുത്തമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് അറ്റാക്കായിട്ടാണ് ഇത് വന്നത്. ഞങ്ങൾ ഒരാൾ പോലും അറിയാതെ അവരെങ്ങനെയാണ് ഇത്രയും ദൂരം വന്നത്? അവർ ഷിപ്സ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ എങ്ങനെ? സിൽവി, പ്ലാൻ ചേഞ്ച് ആയിരിക്കുന്നു. നീ മുകളിലേക്ക് പറക്കാൻ നോക്ക്. അത് മാത്രമല്ല, എന്നെ കൊണ്ടിറക്കിയിട്ട് നീ ആലക്കരുടെ ആ ട്രയൽ ഫോളോ ചെയ്ത് പോകണം. അത് എവിടേക്കാണ് എത്തുന്നതെന്ന് നീ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ എന്തായാലും ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുവാണ്. എന്ത് ഫൈറ്റ് ചെയ്യാനാട്ടോ? അപ്പോൾ നീ എന്തെങ്കിലും അപകടത്തിൽ വിട്ടാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കുറേ ദൂരത്തിലാണെങ്കിൽ എനിക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കറിയാം. പക്ഷേ വാൻസിയുടെ ട്രൂപ്പിനോട് ഞാൻ നേരെ ഇവിടേക്ക് വന്നില്ലെങ്കിൽ ഈ ബാറ്റിൽ അത്ര നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സസ്പിഷൻ കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളും അവരും തമ്മിലുള്ള ചെറിയ യുദ്ധം മാത്രമല്ല, ഇതിൽ മറ്റെന്തോ ഒരു കാര്യം കൂടിയുണ്ട്. അത് മാത്രമല്ല, അവരുടെ ട്രയൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ അത് നീയാണ് സെൽവി. എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഡേഞ്ചറിലാണെന്ന് എപ്പോഴെങ്കിലും എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ നീ പറഞ്ഞില്ലെങ്കിലും എൻ്റെ മിഷൻ കളഞ്ഞ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് സെൽവി, എനിക്കിത് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തർ നേരെ താഴത്തേക്ക് ചാടിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ആൾ പറഞ്ഞേ, നീ സേഫായിട്ട് തന്നെ ഇരിക്കണം കേട്ടാ. യൂണിറ്റ്സ് ലെഫ്റ്റ് ഫ്ലാങ്കിലേക്ക് പോ, ശാസ്ത്ര യൂണിറ്റ് റൈറ്റിലേക്ക്. നമ്മൾ എന്തായാലും മുന്നിലേക്കാണ് പോകാൻ പോകുന്നത്. ക്യാപ്റ്റൻ ഔഡിന്റെ ഫോഴ്സിനെ നമ്മൾ ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. ആലക്കര നായകള എല്ലാവരും നമ്മൾ കൊല്ലണമെന്ന് പറഞ്ഞപ്പോഴാണ്
പെട്ടെന്ന് അവൾക്ക് എന്തോന്ന് തോന്നിയത് നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ഒരു ഹ്യൂജ് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കറക്റ്റ് സമയത്ത് അവൾക്കൊണ്ട് നിർത്തി. കാര്യം അത് നമ്മുടെ ആർത്തറായിരുന്നു. ആർത്തർ, എന്തിനാ നീ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? അല്ല, നീ നിന്റെ ബോർഡിനോട് പറഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിരുന്നല്ലോ. അതുകൊള്ളാം. അപ്പം എൻ്റെ പ്രഷ്യസ് സബോർഡിനേറ്റിനെ ഞാൻ ഇവിടെ വിട്ടിട്ട് പോകണമെന്നാണോ ഈ പറയുന്നത്? സിൽവിനെ എന്തായാലും ഞാൻ ഒരു മേജർ മിഷനിലേക്ക് വിട്ടിട്ടുണ്ട്. അതെന്തായാലും നന്ദി. നീ കൂടെ ഉള്ളത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധൈര്യം തന്നെയാണ്. ഈ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ എൻ്റെ മനസ്സിൽ എന്തൊക്കെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് എനിമീസൊക്കെ ബ്രിട്ടനെ പോലെ ഇരിക്കുമെന്നാണ്, പക്ഷേ ഇവർ ശരിക്കും ഈവനാണ്. എന്നാൽ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ വലിയ ഡിഫറൻസും ഇല്ല. സാധാ സോൾജേഴ്സ് വെച്ച് നോക്കാൻ നേരത്ത് അവർക്ക് വലിയ വ്യത്യാസമില്ലെന്ന് പറഞ്ഞത് ഒരുത്തൻ ചാടി ആർത്തറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. ആ ടൈമിൽ തന്നെ ആർത്തർ അവൻ്റെ സോഡ് തട്ടിക്കളഞ്ഞിട്ട് പറയും ചെയ്യും. ഇവന്മാർക്ക് ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആ ഡാർക്ക് ഗ്രേ ആയിട്ടുള്ള റെഡ് ആയിട്ടുള്ള ഒരു എനർജി മാത്രമാണ്. എന്നിട്ട് അവനൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവൻ ഒരു യെല്ലോ കളറുള്ള അജൂമിനേറ്റർ അല്ല, ഒരു സിൽവർ കളറുള്ള അജൂമിനേറ്റർ എന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്ത് ബാക്കിലേക്ക് വിടും. എന്നിട്ട് ആർത്തർ അടുത്തൊരു അറ്റാക്കിന് വേണ്ടി പ്രിപ്പയർ ആയി അവൻ്റെ വൈറ്റ് നോക്കി ഒരു കിഡിലൻ അറ്റാക്ക് ചെയ്തപ്പോഴാണ് അവൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അല്ല, ഇതെന്താണ്? ഇത് ഇവൻ്റെ സ്പെല്ലല്ലോ. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ദൂരത്ത് ഒരുത്തനെ കണ്ടത്. അവനാട്ടെ എന്തോന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ ആർത്തൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ആ ഒരു എനിമിയുടെ ഫ്രണ്ടിൽ ഒരു വലിയൊരു ഷീൽഡ് പ്രത്യക്ഷപ്പെടും. ഞാൻ ഇതുവരെ ആരും ഇത്രയധികം എഫിഷ്യൻസി ആയിട്ട് ഈ ബാരിയർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ആ ടൈമിൽ തന്നെ ആ നേരെ ബാക്കിലേക്ക് ചാടി. അവൻ കുറച്ചുകൂടെ ട്രബിൾ ആയിരിക്കും, അവനെ വേണം ആദ്യം തീർക്കാനെന്ന് പറഞ്ഞിട്ട് ആർത്തർ നേരെ അവൻ്റെ നേരെ ചാടുന്നുണ്ടെങ്കിലും അവൻ 2-3 ഷീൽഡ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഈ ടൈമിൽ തന്നെ ആർത്തറിനെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയും ബാക്കിൽ കൂടെ ഒരു അറ്റാക്ക് വരുന്നുണ്ടെങ്കിലും കറക്റ്റ് ടൈമിൽ തന്നെ അവൻ തന്നെ എർത്ത് എലമെന്റ് യൂസ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്ത് ബാക്കിലേക്ക് ഇടുന്നുണ്ട്. ഇവനെന്നെ പൊട്ടനാണോ? പുറകിൽ കൂടെ ഇങ്ങനെ ഒന്ന് അറ്റാക്ക് ചെയ്യാണ്ട് അത് അവൻ്റെ ഫുൾ ബോഡി കാണിച്ചുകൊണ്ട് എന്നാലും എനിക്ക് അവനെ പെട്ടെന്ന് തന്നെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ഈ ഫൈറ്റിൽ എന്തൊരു പ്രശ്നമുണ്ട്. ഈ ഫൈറ്റ് ചെയ്യുന്ന രീതി അല്ല, ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ എന്താണ് ഇത്രയധികം ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നത്? മറ്റൊരു സോൾജേഴ്സും ഞങ്ങളെ കാണുന്നില്ലേ? ഈ ഒരു ഫൈറ്റ് കാണുന്നില്ലേ? ഇത് കംപ്ലീറ്റ്ലി ഒരു ഇല്യൂഷൻ എങ്ങാനുമാണോ? ആ ടൈമിൽ തന്നെ അവൻ കാണുന്നുണ്ട്. നീ എന്ത് കാണിക്കുവാണ്? എൻ്റെ ബോഡി കംപ്ലീറ്റ്ലി ഷീൽഡ് ചെയ്യാൻ നോക്ക്. ക്ലിയർലി അവരുടെ ടാക്ടിക്സും അവരുടെ ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ഒക്കെ കൊള്ളാം. എന്നാൽ അവർ ചെയ്യുന്ന ഫൈറ്റും അത്യാവശ്യം നല്ല തന്നെയാണ്. അവരുടെ മാനിഫെസ്റ്റേഷനും എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഞാനിവിടെ പലതരം ഡിസ്കവർ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഈ ഒരു യുദ്ധം ഞാൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടെത്തിയിരിക്കണം. അവരുടെ അജൂമിനേറ്ററും വെൽ കോപ്പറേറ്റഡ് ആണ്. പക്ഷേ കോഡിനെ വെച്ച് നോക്കുന്നിടത്ത് ഒന്നും തന്നെയല്ല. അവർക്കധികം എക്സ്പീരിയൻസും ഇല്ല. അപ്പോഴാണ് ആ ഒരു എനിമി പറഞ്ഞത്. അവൻ പറഞ്ഞത് ശരി തന്നെയാണ്. നീ സാധാ ഒരു സോൾജർ അല്ല. അവനോ ആര്? എന്നിട്ട് പെട്ടെന്ന് ആർതർ അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വന്ന് പുറകിൽ കൂടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവിടെ ഒരു ഷീൽഡ് വന്ന് അവനെ കംപ്ലീറ്റ്ലി സേവ് ചെയ്യുന്നുണ്ട്. എൻ്റെ അറ്റാക്ക് കറക്റ്റായിരുന്നു, പക്ഷെ അവൻ കറക്റ്റ് സമയത്ത് തന്നെ അത് ബ്ലോക്ക് ചെയ്തു. ഇവൻ ശരിക്കും പ്രശ്നക്കാരനാണ്. എന്നാൽ ബാക്കിയുള്ള എനിമീസ് എന്താണ് ഇവനെ ഇഗ്നോർ ചെയ്തെന്ന് പറഞ്ഞിട്ട് ചാടി ഒരു അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് ആർത്തർ പോലും പ്രതീക്ഷിക്കാത്ത 3-4 അറ്റാക്ക് അവൻ്റെ നേരെ വന്നത്. പക്ഷെ കറക്റ്റ് സമയത്ത് അതെല്ലാം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇതെവിടെ നിന്നാണ് വന്നത്? ആ ടൈമിലാണ് ദൂരത്ത് ഒരുത്തനെ കാണുന്നത്. അവനായിട്ട് ഒരു ക്ലിഫിന്റെ പുറകിൽ ഒളിച്ചിരിക്കുമായിരുന്നു. അടുത്ത സെക്കൻഡ് ആർത്തർ തന്റെ സോഡ് അവന്റെ നേരെ എറിയുന്നുണ്ടെങ്കിൽ ആ ഷീൽഡ് കാസ്റ്റ് ചെയ്യുന്നവൻ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സോ മറ്റാരും ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ലല്ലേ? ഈ സമയത്ത് അവന്റെ എനിമിയായിട്ട് കുറെ അധികം നന്നായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരേപോലെ തന്നെ പറയുന്നുണ്ട്. നീ എന്താ ചിരിക്കുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആർത്തറിന്റെ നേരെ വരുന്നുണ്ട്. ആർത്തർ അടുത്ത സെക്കൻഡിൽ തന്നെ തന്റെ റെയിൻ ഹാർട്ട് ഫോം അങ്ങോട്ട് അൺലീഷ് ആയിട്ട് പറയും ചെയ്യും, സോറി, പക്ഷെ നിന്റെ ഇല്യൂഷൻ നശിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഞാൻ എന്തായാലും നിന്നെ കണ്ടെത്തും. അടുത്ത സെക്കൻഡിലാണ് അവനത് കാണാൻ സാധിച്ചത്. ഈ കോപ്പീസിന്റെ ഒക്കെ സിഗ്നേച്ചർ, മാന സിഗ്നേച്ചേഴ്സ് നല്ല ശരിക്കും ഡിഫറൻ്റ് ആയിരിക്കും അജൂമിനേറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത്. അതുകൊണ്ട് നീ എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്താലും എനിക്ക് നിന്നെ കാണാൻ സാധിക്കും. ഈ സമയത്ത് അവൻ്റെ എല്ലാ ക്ലോൺസും ഒരേപോലെ തന്നെ തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. അത് മാത്രമല്ല ആ ടൈമിൽ അവൻ പറയും ചെയ്യും, അജൂമിനേറ്റേഴ്സ് എല്ലാം ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നിടത്ത് കോഞ്ചേഴ്സ് ഒക്കെ ദൂരത്ത് നിന്നുകൊണ്ടാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത്. ആ ടൈമിൽ ദൂരത്ത് നിന്ന് അവനും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആർത്തറിനെ അറ്റാക്ക് ചെയ്ത അടുത്ത സെക്കൻഡ് അതെല്ലാം പൊട്ടിച്ചുകൊണ്ട് അവൻ പറയും ചെയ്യും, സോ ആലക്രഡ് ആർമി ഇതുപോലെയാണ് യൂണിറ്റ്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ട്രിയോ ആയിട്ടെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു യഥാർത്ഥ അജൂമിനേറ്ററിനെ കണ്ടുപിടിച്ച് ആർത്തർ അവനെ കത്തിച്ച് ചാമ്പലാക്കി കളയുന്നുണ്ട്. ഇനി അവനെ ഷീൽഡ് ചെയ്തിട്ട് എന്തായാലും കാര്യമില്ല. ഇവന്മാർ സെർട്ടനുള്ള ഒരു യൂണിറ്റ്സിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അടുത്ത സെക്കൻഡ് തന്നെ അവൻ പറയും ചെയ്യും, റിലം ഹാർട്ടുള്ള കാരണം നീയൊക്കെ എന്ത് ഇല്യൂഷൻ കാണിച്ചിട്ടും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ആ ലൈറ്റ്നിങ് മാജിക് യൂസ് ചെയ്ത് അവനോട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പോകും. ഈ ടൈമിൽ അവൻ കരയുന്നുണ്ട്, ഷീൽഡ് വേണം, എനിക്ക് ഷീൽഡ് വേണമെന്ന് പറയുന്ന
സെക്കൻഡ് തന്നെ അവൻ്റെ ശരീരത്തിൻ്റെ അകത്തൂടെ ആ ലൈറ്റ്നിങ് മാജിക് കടന്ന് കയറി മുന്നിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന 3-4 ഷീൽഡ് പൊട്ടിച്ചുകൊണ്ട് ആ ഷീൽഡ് മാനുഫാക്ചർ ചെയ്ത ആ ഒരു എനിമിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി അവന്മാരെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ഈ യുദ്ധം തുടങ്ങിയിട്ട് 1 മണിക്കൂറോളം കടന്നിരിക്കുന്നു. ചുടുചോരയുടെയും മാംസം തിളക്കുന്ന മണവും എനിക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. എനിമിയുടെ എണ്ണം ശരിക്കും കുറവാണ്, പക്ഷേ ഞങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്നിടത്ത് മേജസിൻ്റെ അവരുടെ ഡിവിഷൻസിൻ്റെ എണ്ണം അത് വളരെ കൂടുതലാണ്. അവരുടെ ടെക്നിക്സൊക്കെ എന്നൊരു ഡിഫറൻസ് ഉള്ളതുപോലെ. എന്നാൽ എനിക്ക് മനസ്സിലായ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എനിക്ക് ഈ യുദ്ധഭൂമിയിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കും വളരെ പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് എൻ്റെ മുന്നിലുള്ള എല്ലാവരെയും എനിക്ക് ഒരു വാക്ക് പോലും പറയാതെ കൊല്ലാനും സാധിച്ചിരുന്നു. വാക്കുകൾ കൊണ്ട് എൻ്റെ സോൾജേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്നതല്ലേ. ചിലപ്പോഴൊക്കെ നമ്മൾ മനുഷ്യർ ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു വാൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ അവൻ ചോര ഉറപ്പായിട്ടും കണ്ടിരിക്കും. എന്നാൽ അതുപോലെ തന്നെ ഈ സൈക്കിൾ ഓഫ് ഹേറ്റ്രെഡും മുന്നിലേക്ക് പോയിരിക്കും. ഈ ടൈമിൽ തന്നെ ആർത്തർ നേരത്തെ കണ്ട ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളെ കാണുന്നുണ്ട്. അവളായിട്ട് ആലക്രയിലെ ഒരാളെ ഇടിച്ച് നശിപ്പിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആർത്തർ ഞെട്ടിയത്. കാര്യം അവളുടെ തൊട്ടുപുറകിൽ ഒരു ആലക്രൻ മേജി അവളെ അറ്റാക്ക് ചെയ്തിട്ട് വന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.